നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ജനനങ്ങളുടെയും മരണങ്ങളുടെയും കണക്കുകൾ കേവലം സാധാരണമായി മാത്രമാണ് ഏവരും കണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്ന ജനി മൃതികളുടെ വിവരങ്ങൾ സർക്കാർ തന്നെ പുറത്തുവിട്ടു. അതിലേക്ക് സൂക്ഷ്മമായി ഒന്ന് കണ്ണോടിച്ചാൽ നടുക്കവും അമ്പരപ്പും ഉളവാക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് കേരളത്തിലെ ജനന നിരക്ക് കുറഞ്ഞത് 33.92%. 2018-2019 വർഷങ്ങളിൽ ജനിച്ചത് 4,84,556 കുട്ടികളാണ് എങ്കിൽ 2024-25 വർഷങ്ങളിൽ 3,20,200 കുട്ടികൾ മാത്രമാണ് ജനിച്ചത്. വ്യക്തമായി പറഞ്ഞാൽ 7 വർഷത്തിനിടയ്ക്ക് 1,64,356 കുട്ടികളുടെ കുറവ് ഉണ്ടായി എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓരോ വർഷവും വിവിധ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ജില്ലയിൽ മലപ്പുറം ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നും പുറകിൽ നിൽക്കുന്നത് ഇടുക്കി ജില്ലയാണ് എന്നും പ്രസ്തുത റിപ്പോർട്ടുകൾ വളരെ വ്യക്തമായി പറയുന്നു. മലബാർ ഉൾപ്പെടുന്ന വടക്കൻ കേരളത്തിൽ ജനന നിരക്ക് ഉയർന്നു നിൽക്കുകയും മധ്യ തിരുവിതാംകൂർ അടങ്ങുന്ന തെക്കൻ കേരളത്തിലാകട്ടെ ജനന നിരക്ക് വളരെ താഴ്ന്നു നിൽക്കുകയും ചെയ്യുകയാണ്. ജനനം കുത്തനെ കുറയുകയും മരണം കൂടുകയും ചെയ്യുന്ന ഈ ആശങ്കാകുലമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തെക്കൻ കേരളം വിജനമായ ഒരു ശവപ്പറമ്പായി മാറും എന്നാണ് ഇവിടെ വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമായി മാറിയിരിക്കുന്നത്. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങേയറ്റം ഗൗരവമുള്ള ചില ചർച്ചകൾ നടന്നുവെങ്കിലും അതിൽ ഭൂരിപക്ഷവും യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് അതിലേക്ക് തരിമ്പും വെളിച്ചം വീശാത്ത തരത്തിലുള്ള വിശകലനങ്ങൾ മാത്രമായിരുന്നു. തെക്കൻ കേരളം പ്രജനന നിരക്കിൽ അതിവേഗം പിന്നോക്കം പോകുന്നതിനും വടക്കൻ കേരളത്തിൽ കാര്യമായ ഇടിവില്ലാതിരിക്കുന്നതിനും പിന്നിൽ ജൈവികവും സാമൂഹികവും സാമ്പത്തികവുമായ പല കാരണങ്ങളുണ്ട് എന്ന് ഈ രംഗങ്ങളിലെ വിദഗ്ധർ പറയുന്നുണ്ട്. അതിൽ ചിലത് അങ്ങേയറ്റം കൗതുകകരമാണ് എന്ന് പറയാതെ തരമില്ല. തെക്കൻ കേരളത്തിലെ സ്ത്രീ പുരുഷന്മാർ വളരെ വൈകി വിവാഹിതരാകുന്നതിനാലാണ് അവർക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്നും സ്വാഭാവിക ഗർഭധാരണം നടക്കാത്തതിനാൽ ചികിത്സ തേടുന്ന ദമ്പതിമാരുടെ നിരക്കും ഇവിടെ വല്ലാതെ കൂടിയെന്നുമാണ് അതിൽ ചില വിവരങ്ങൾ. വിവാഹം തന്നെ വേണ്ട എന്ന് വെക്കുന്നവരുടെയും കുഞ്ഞുങ്ങൾ വേണ്ടെന്ന ചിന്തയിൽ വിവാഹം കഴിക്കുന്നവരുടെയും എണ്ണവും ഒരു കുട്ടി മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ദമ്പതിമാരും ഈ മേഖലയിൽ കൂടുതലാണ് എന്നും പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ചെറുപ്പക്കാരുടെ കുടിയേറ്റവും വിദേശത്തെത്തുന്ന മിക്കവരും അവിടെ തന്നെ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരണമെന്നുള്ളവർ പോലും കുട്ടികൾക്ക് വിദേശ പൗരത്വവും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങളും പ്രതീക്ഷിച്ച് പ്രസവം വിദേശത്താക്കുന്നതും ക്രൈസ്തവ ഹൈന്ദവ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ കേരളത്തിലെ ജനന നിരക്ക് കുറയാൻ കാരണമായിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ വസ്തുതാപരവും ആധികാരികവുമായ പഠനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിശകലനങ്ങൾ സത്യത്തിൽ നിന്ന് ഏറെ അകലെയല്ലാതെ നിൽക്കുന്നതായതിനാൽ അതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ മധ്യ തിരുവിതാംകൂറിൽ മരണനിരക്കും ക്രമാതീതമായി വർദ്ധിക്കുന്നത് അങ്ങേയറ്റം ആശങ്കാജനകം തന്നെയാണ്. വാർദ്ധക്യം എത്തിയിട്ടുള്ള സ്വാഭാവിക മരണം കൂടാതെയുള്ള അകാല മരണങ്ങൾ ഈ മേഖലയിൽ ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ജില്ലകൾ തമ്മിലുള്ള ജനസംഖ്യാ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായി ജനനവും മരണവും തമ്മിലുള്ള അനുപാതങ്ങൾ തെറ്റുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ഡെമോഗ്രാഫിയെ വല്ലാതെ ബാധിക്കുകയാണ്. കേരളത്തെ വിഭജിച്ച് മലപ്പുറം കേന്ദ്രമാക്കി മറ്റൊരു ജില്ല വേണമെന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ ഉയർന്നു കേൾക്കുന്ന ഒരു ആവശ്യമാണ്. ചില മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാർ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് ആധികാരികമായി തന്നെ അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന കാര്യം നിസ്സാരമായി കാണുവാൻ കഴിയുകയില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന ജനസംഖ്യാ അനുപാതത്തിന്റെ ഈ ഭീമമായ വ്യതിയാനങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ട് തന്നെ ആയിരിക്കണം അവർ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി മുന്നോട്ട് വന്നത്. അതേക്കുറിച്ച് ഷെക്കേന 4 മണി ചർച്ചയ്ക്ക് അവസരമൊരുക്കിയപ്പോൾ അതിൽ സംസാരിച്ച് ദേശീയ രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ അഭിലാഷ് ജി രമേശ് പ്രസ്താവിച്ചത് ഈ ഡെമോഗ്രാഫി കേരള സമൂഹത്തിൽ ഉളവാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചായിരുന്നു. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, കേരളം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ തന്നെ ഒരു അർബൻ അഗ്ലോമറേഷൻ അല്ലെങ്കിൽ ഒരു വലിയ നഗരത്തിന്റെ സംയോജനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഒരൊറ്റ വലിയ നഗരത്തിന്റെ സ്ട്രെച്ച്, ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു വലിയ സ്ട്രെച്ച് ആയിട്ട് അറിയപ്പെട്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഒരൊറ്റ ഡെക്കേഡ്, അതായത് കേവലം 10 വർഷം കൊണ്ട് ബർത്ത് റേറ്റിൽ ഉണ്ടാവുന്ന കൊളാപ്സ് വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. അതായത് 5,16,013 ലൈവ് ബർത്തുകൾ, അതായത് ജനനങ്ങൾ 2015 ഉണ്ടായെങ്കിൽ ഇപ്പോൾ അത് 3,28,234 2025 ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് 36.4% കുറവാണ് ഒരൊറ്റ ദശകത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 10 വർഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു കാലയളവ് പോലുമല്ല.
ഒരു ശരിക്കും ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു സിവിലൈസേഷണൽ ഷിഫ്റ്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ തന്നെ കേരളം എന്ന് പറയുന്ന ഒരു ആശയം, കേരളം എന്ന് പറയുന്ന ജനസമൂഹത്തിന്റെ അടിത്തറ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. കാരണം ബർത്ത് റേറ്റുകൾ കുറയുകയും സ്റ്റെബിലൈസേഷൻ റേറ്റ് കുറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് റീപ്ലേസ്മെന്റിന് പോലും ഒരു ജനന സംവിധാനം അല്ലെങ്കിൽ ഒരു കൃത്യമായ ജനനങ്ങൾ മരണത്തിന് തുല്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈ മൈഗ്രൻസിന്റെ ക്ലാസ്സിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നില്ല. എല്ലായിടത്തു നിന്നും ഒരുപോലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് 17 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ പോലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, തിരിച്ചു വരാത്ത രീതിയിൽ. അവർ ആ രാജ്യങ്ങളിൽ ജീവിക്കാനും അവിടെ തന്നെ തന്റെ തുടർ തലമുറയെ എന്താ പറയുക നിർത്താനും എല്ലാം ആഗ്രഹിക്കുന്നുള്ളൂ. സോ ആ രീതിയിൽ നമ്മുടെ സംസ്കാരത്തിന്റെ പോലും ഒരു പ്രാഥമികമായിട്ടുള്ള അടിത്തറ വളരെ വലിയ രീതിയിൽ ദുർബലമാവുന്ന ഒരു സാഹചര്യമാണ് ഇതുണ്ടാകുന്നത്. കാരണം കേരളത്തിന്റെ പോളിസീസ് നോക്കി തന്നെ അറിയാം, നമ്മൾ ജെറിയാട്രിക് പോളിസീസ് വളരെ വലിയ രീതിയിൽ വയോജനക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. അതായത് യുവാക്കൾ ഇല്ലാത്ത കേരളം എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ റിയാലിറ്റി അല്ല, ഒരു ഇമ്മീഡിയറ്റ് റിയാലിറ്റിയായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇത് ഉയർത്തുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇത് ഉയർത്തുന്ന ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൊഴിലിടങ്ങളുടെ ചുരുക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പോലും മലപ്പുറം ജില്ലയാണ് ഇത്രയും തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം ഒക്കെ നോക്കുമ്പോഴും മലപ്പുറം ജില്ലയിലെ ബർത്ത് റേറ്റ് 24.7%, 24.7% ഇപ്പോൾ പോലും നിൽക്കുന്നത്. അപ്പൊ റീപ്ലേസ്മെന്റ് ലെവലിലേക്ക് പോകുന്നിടത്ത് പോലും മലപ്പുറത്തിന്റെ ജനസാന്ദ്രത മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റേബിൾ ആണ്. പക്ഷേ ഈ സ്റ്റെബിലിറ്റി വേറൊരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിലേക്ക് വളർത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ അപകടകരമായിട്ടുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ബർത്ത് റേറ്റും സ്റ്റെബിലൈസേഷൻ റേറ്റും എല്ലാം കുറഞ്ഞ് ആകെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കേരള സമൂഹത്തിന്റെ ഭീകര യാഥാർത്ഥ്യം കണ്ടെത്തിയിരിക്കുന്നത് കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ സമ്പൂർണമായ ഇല്ലാതാകലിലേക്കാണ് എന്ന കാര്യം അങ്ങേയറ്റം നടുക്കമുളവാക്കുന്നതാണ്. ഇതിനോടനുബന്ധമായി ചിന്തിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് ഒരു കാര്യം തന്നെയാണ്. കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രൊപ്പഗാണ്ട നീക്കങ്ങൾ. ഇന്ത്യയെ തെക്ക് വടക്കായി രണ്ടായി വിഭജിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്ന ആശങ്ക വർദ്ധിക്കുകയാണ്. എന്നാൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ മേധാവിത്വത്തിനെതിരായുള്ള പ്രതിരോധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഭാഗമായിട്ടാണ് കട്ടിംഗ് സൗത്ത് എന്ന വാക്കിന്റെ അർത്ഥമെന്നാണ് ചിലർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ചില മാധ്യമങ്ങൾ അതിനെ പിന്നാമ്പുറത്തേക്ക് അന്വേഷണാത്മക ത്വരയോടെ പരതി ഇറങ്ങിയതോടെ വ്യക്തമായത് കാനഡ കേന്ദ്രമായുള്ള ചില സംഘടനകളുടെ വെട്ടിമുറിക്കൽ പദ്ധതികളായിരുന്നു. ദക്ഷിണേന്ത്യയെ വടക്കൻ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കുക എന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യാവിരുദ്ധ ശക്തികളുടെ അജണ്ടയിൽ സജീവമാണ് എന്നുള്ള കാര്യങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ട് NDF ആയിരുന്ന കാലം മുതൽ അതിന്റെ നേതാവായിരുന്ന P. കോയ എന്നയാൾ മുന്നോട്ട് വെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയമാണ് ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രം മാറ്റം വരുത്തി കട്ടിംഗ് സൗത്തായി പരിണമിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരിൽ മിക്കവരും 2017 മുതൽ കോയയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയം നവമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടിരുന്നു. അതിന് ചുവട് പിടിച്ച് തന്നെയാണ് കട്ടിംഗ് സൗത്ത് എന്ന ആശയം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജനസംഖ്യയിലെ വ്യതിയാനം ഹേതുവായി അടുത്ത 10 വർഷത്തിനുള്ളിൽ സാമൂഹികമായും രാഷ്ട്രീയമായും പല ചേരിതിരിവുകളും മാറ്റങ്ങളും കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറവൻ പറഞ്ഞതിങ്ങനെയാണ്. ഒരു പ്രധാനപ്പെട്ട മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ മതലക്ഷ്യമാണെന്ന് പരസ്യമായി പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടക്കുന്നു, അല്ലെ? ഓർക്കുന്നുണ്ടാവും. ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങൾ അധികാരം പിടിക്കുന്നത് ഞങ്ങളുടെ മതത്തിന് വേണ്ടിയാണെന്ന് പരസ്യമായി പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിർത്തുക. അപ്പോൾ ഇവിടെ നേരിട്ട് പറഞ്ഞതും പറയാത്തതുമായ പല രാഷ്ട്രീയ കക്ഷികളുടെയും ലക്ഷ്യം ഇവിടെ സെക്കുലറിസം അല്ല, മത താല്പര്യങ്ങളാണെന്നുള്ളത് സ്പഷ്ടമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഈ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഈ ഏറ്റക്കുറച്ചില് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെ യാദൃശ്ചികമായി ഉണ്ടാകുന്ന ഒരു വർധനവോ ഇങ്ങേ പ്രദേശത്ത് യാദൃശ്ചികമായി ഉണ്ടാകുന്ന ഒരു കുറവല്ല. ഇത് ചില രാജ്യത്തെ നിയമങ്ങളോട് ചില മതവിഭാഗങ്ങൾ കാണിച്ച താല്പര്യം ആ മതവിഭാഗങ്ങൾക്ക് വലിയ പ്രതികൂലമായി എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തെ ഭയപ്പെടുത്തുന്നത്. ഇപ്പൊ കുടുംബാസൂത്രണം വന്നപ്പോ ജോർജി ആദ്യം പറഞ്ഞത് നമുക്ക് കുട്ടികൾ 2 or 3 ആകട്ടെ എന്ന് പറഞ്ഞാൽ 3 കുട്ടികൾ വരെ അനുവദനീയമാണ്. 3 കുട്ടികളുള്ള കുടുംബം സന്തുഷ്ടമാണ്. നമുക്ക് 3 കുട്ടികൾ, അതുവരെ 6, 7, 8 ഒക്കെ കുട്ടികളുള്ള കുടുംബങ്ങളുണ്ട്. അപ്പൊ അതിനെ 3ലേക്ക് നമ്മൾ ക്രമേണ ചുരുക്കി. അതിനുശേഷം നമ്മൾ പറഞ്ഞു കുട്ടികൾ ആണായാലും പെണ്ണായാലും 2 മതി, നമ്മുടെ കുടുംബത്തിൽ 2 കുട്ടികൾ മതി. 3ൽ നിന്ന് നമ്മൾ 2ലേക്ക്.
പിന്നീട് നമ്മൾ പറഞ്ഞു നാം ഒന്ന് നമുക്കൊന്ന്. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി മതി. ഇങ്ങനെ ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി അതിന് കാരണവും ഉണ്ടാവും. പല ഘട്ടങ്ങളിലായി ജനസംഖ്യ കുറയ്ക്കുന്നതിനുള്ള നടപടികളും പ്രചോദനവും നൽകിയപ്പോൾ അത് ഹൃദയപൂർവ്വം സ്വീകരിച്ച സമൂഹത്തിന് ഇപ്പോൾ അബദ്ധമായിരിക്കും. ഈ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന് അനുകൂലമായി ജനസംഖ്യ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള നിലപാട് കുടുംബാസൂത്രണത്തിലൂടെ, അത് ഏത് പ്രക്രിയ കൂടിയാണെങ്കിലും, സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണെങ്കിലും അല്ലാതുള്ള രീതിയിലാണെങ്കിലും, ഏത് രീതിയിലാണെങ്കിലും ജനസംഖ്യ കുറയ്ക്കുന്നതിനുള്ള നിലപാടെടുത്ത ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്ക് അതിപ്പോൾ വലിയ വിലയായി. നമ്മൾ കാണേണ്ട അപകടം ഇപ്പോഴല്ല ഈ അപകടം. ഇപ്പം ഇത്രയും പേർക്ക് അധികമായ ഭക്ഷണം കൊടുത്താൽ മതി. ഇവർക്ക് 18 വയസ്സാകുന്ന ഒരു കാലഘട്ടം, അത് വളരെ വിദൂരയല്ലല്ലോ. 18 വയസ്സ് ആകുകയും ഇത്തരം ആൾക്കാർക്ക് ഭൂരിപക്ഷ മേഖലകളിൽ വോട്ടവകാശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന്റെ മൊത്തം രാഷ്ട്രീയ ചിത്രം മാറും. ജനസംഖ്യ അല്ല, വോട്ടിംഗ് അവകാശമുള്ളവരുടെ വോട്ടർമാരുടെ ആനുപാതികമായി മണ്ഡലങ്ങളും, അത് ഗ്രാമപഞ്ചായത്ത് മുതൽ വീടുകളുടെ എണ്ണമൊന്നുമല്ല, വോട്ട് അവകാശമുള്ളവരുടെ എണ്ണം അനുസരിച്ച് പഞ്ചായത്ത് വാർഡുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, നിയമസഭാ വാർഡുകൾ, പാർലമെന്റ് മണ്ഡലങ്ങൾ അങ്ങനെ വിഭജിക്കപ്പെടുമ്പോൾ അവിടെ വലിയൊരു അപകടമുണ്ട്. ആ അപകടം ഇനി നമ്മൾ കൂട്ടി വായിക്കണം. അഭിലാഷ് പറഞ്ഞതുപോലെ കൂട്ടി വായിക്കണം. അതായത് ചില സീറ്റുകൾ കൂടുതൽ വേണമെന്ന് ഇപ്പോൾ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും, ത്രിതല പഞ്ചായത്തിന് ശേഷം ഞങ്ങൾക്ക് സംഘടനാ ശേഷി വർദ്ധിച്ചു, ഞങ്ങൾക്ക് ജനപിന്തുണ വർദ്ധിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മുന്നണിയിൽ സീറ്റുകൾ കൂടുതൽ ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് 5ാം മന്ത്രിക്ക് വേണ്ടി വാദിച്ചവർ ഇപ്പോൾ പറയുന്നത് നമ്മൾ കേട്ടല്ലോ. ഇതൊരു വലിയ അപകടമാണ്. ആ അപകടത്തോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യമാണ് നമ്മുടെ വിദേശ കുടിയേറ്റം. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. മധ്യ തിരുവിതാംകൂറിൽ ആളില്ലാത്ത വീടുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് നിസ്സാരമായിട്ട് കാണരുത്. ഇനിയും നമ്മൾ കുട്ടികളെ പോകാനല്ല പ്രേരിപ്പിക്കേണ്ടത്. ഇവിടെ പോരാ, അവിടെ പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ എന്ന് പറയുന്ന മനോഭാവത്തിൽ നിന്നും ഈ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാതാപിതാക്കന്മാരും ഒക്കെ മാറിയിട്ട് നമ്മുടെ കുട്ടികളെ ഇവിടെ സുരക്ഷിതമായി നിലനിർത്തി എങ്ങനെ ഈ രാജ്യത്തിന് വരെ മുതൽക്കൂട്ടാക്കാം എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജോർജി, കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കേരളത്തിൽ മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ നടത്തുകയുണ്ടായി. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ജാതിമത സമവാക്യങ്ങളുടെയും ജനസംഖ്യയുടെയും അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടത്താൻ സർക്കാർ നിർബന്ധിതരായാൽ സംഭവിക്കുന്നത് ചില പ്രത്യേക ജാതി മത ഘടനകൾക്ക് ചില മേഖലകളിൽ മുഴുവൻ അസാധാരണമായ സ്വാധീനം കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റി നിലവിലെ ജനസംഖ്യയിൽ തന്നെ ഈ ഭൂമിയിൽ തുടരണമെങ്കിൽ അവരുടെ ബർത്ത് റേറ്റ് 2.1 എന്ന അനുപാതത്തിൽ ആയിരിക്കണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. തെക്കൻ കേരളത്തിലെ ചില കമ്മ്യൂണിറ്റികളിൽ ഈ അനുപാതം കുത്തനെ താഴേക്ക് പോവുകയും അത് 0.9 വരെ എത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിലെ കുടുംബങ്ങളെ അപഗ്രഥിച്ച് പഠിച്ചാൽ ചിലർ കൂട്ടമായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയും മറ്റു ചിലർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലാതിരിക്കുകയും വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പെണ്ണ് കിട്ടാതിരിക്കുകയും വിവാഹം കഴിക്കുന്ന ചിലർക്ക് മക്കൾ വേണ്ട എന്നുള്ള താല്പര്യം ഉണ്ടാവുകയും ഇങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് തെക്കൻ ജില്ലകളിൽ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരു സ്ഥലത്തെ ജനങ്ങൾ കാലക്രമത്തിൽ ഇല്ലാതാകുന്നുവെങ്കിൽ അത് അവരുടെ തന്നെ കയ്യിലിരിപ്പും കുഴപ്പവും കൊണ്ടാണ്. അവർക്ക് വംശവർദ്ധനവ് ഉണ്ടായി മക്കൾക്ക് ജന്മം നൽകി തങ്ങളുടെ പരമ്പരയെ നിലനിർത്തുവാനുള്ള ആഗ്രഹവും താല്പര്യവും അതിനുള്ള മനസ്സും ഇല്ലാതാകുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ കയ്യിലിരിപ്പ് മൂലം ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവർക്ക് എന്ത് സംഭവിച്ചുവെന്നും ലെബനോനിൽ ഭൂരിപക്ഷമായിരുന്ന ക്രൈസ്തവർ എവിടെ പോയി എന്നും നൈജീരിയയിൽ ഗോത്രവർഗ്ഗക്കാർക്കൊപ്പം തുല്യമായിരുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്താണ് എന്നും അർമേനിയയിലെ ക്രൈസ്തവർക്ക് എന്ത് പറ്റിയെന്നും ഒരിക്കൽ ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് എന്ത് സംഭവിച്ചുവെന്നും അതിനൊക്കെ പിന്നിലെ ശക്തി ആരാണ് എന്നും പഠിച്ചാൽ ഇതിനെല്ലാം ഉള്ള ഉത്തരം ലഭിക്കും. ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും അടക്കം യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വരും നാളുകളിൽ നടപ്പിലാകാൻ പോകുന്നതുമായ കാര്യവും ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തികളുടെ അധിനിവേശം തന്നെയായിരിക്കും. അതുതന്നെ ആയിരിക്കുമോ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്ക ദീർഘമായ ഒരു ചിന്തയായി ചിലർക്കെങ്കിലും തോന്നി തുടങ്ങിയിരിക്കുകയാണ്.
പൊതുവെ മോഡറേറ്റായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക സമൂഹങ്ങൾ പോലും അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഉയർത്തുന്ന ഇത്തരം അധിനിവേശ അജണ്ടകൾക്ക് മുന്നിൽ മിണ്ടാട്ടമടങ്ങി ഇരിക്കുകയാണ് എന്നതാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള ജനസംഖ്യാപരമായ മാറ്റങ്ങൾ പലപ്പോഴും ഗൗരവമായി ബാധിക്കുന്നത് കേരളത്തിലെ പ്രബലരായ 3 മതവിഭാഗങ്ങളിൽ ഒന്നായ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ആണ് എങ്കിലും അവരത് ഗൗരവമായി എടുക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറെ ഖേദകരമായ വസ്തുത. മെച്ചപ്പെട്ട തൊഴിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും ഒക്കെ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് സ്വന്തം രാജ്യത്തിൻ്റെയും സ്വന്തം സംസ്കാരത്തിൻ്റെയും പരിമിതികളോട് തോന്നുന്ന സ്വാഭാവികമായ ഒരുതരം വിരക്തി മൂലം തിരികെ വരാനുള്ള അവരുടെ ആഗ്രഹത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചേക്കാം. എന്നാൽ അത്തരക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവരുടെ അസാന്നിധ്യത്തിലേക്കാണ് അന്യസംസ്ഥാനത്ത് നിന്നും അതിഥി തൊഴിലാളികൾ എന്ന വ്യാജേന നിരവധി ആളുകൾ ഇവിടെ വന്ന് തമ്പടിക്കുന്നത്. ഇത്തരക്കാരെ പൊതുവിൽ ബംഗാളികൾ എന്ന് വിളിക്കുമെങ്കിലും ഇവരിൽ പലരും കൊൽക്കത്തയിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഉള്ളവരല്ല. ഇന്ത്യയുടെ ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യൻ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ട്. എന്നാൽ ഇവരിൽ കുറെ പേർ ബംഗ്ലാദേശിൽ നിന്നും വരുന്നവരാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ബംഗ്ലാദേശിൽ നിന്നും തുറന്നിട്ട അതിർത്തിയിലൂടെ പശ്ചിമ ബംഗാളിലെത്തുകയും അവിടെ നിന്നും കേരളത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഇവർ മധ്യ തിരുവിതാംകൂറിൽ പെരുമ്പാവൂർ ആസ്ഥാനമാക്കി ശക്തമായി വിന്യസിക്കുകയും അവർക്ക് ആധാർ കാർഡുകളും തിരിച്ചറിയൽ രേഖകളും വ്യാജമായും കൃത്രിമമായും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ചില ശക്തികൾ, ചില സംഘടനകൾ അവിടെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെയും വിവരങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പുറത്തു വന്നിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ പായിപ്പാടും ഇവരുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. ഇതെല്ലാം നേരിട്ട് ഗുരുതരമായി ഇഫക്റ്റ് ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തെ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ജനസംഖ്യ കുറഞ്ഞ് ക്രൈസ്തവ സമൂഹം ചരിത്രത്തിലേക്ക് തിരോഭവിക്കുമ്പോൾ അതിശക്തമായ വോട്ട് ബാങ്കായി ചിലർ മാറുകയും പര്യവശേഷിക്കുകയും ക്രൈസ്തവ സമൂഹത്തിന്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ആസൂത്രിതമായി അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ പലതരം കാഴ്ചകൾക്കാണ് ഇപ്പോൾ തന്നെ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിന്റെ വികസനവും വളർച്ചയും ആരൊക്കെയോ ചേർന്ന് മുരടിപ്പിക്കുന്നു എന്നുള്ള ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ പ്രബലമായിരിക്കുന്നത്. ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന പേരിൽ പിണറായി സർക്കാർ തയ്യാറാക്കിയ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറത്ത് അവർ ആത്മാർത്ഥമായി അടയിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്നും അത്തരം പ്രതിസന്ധികളിൽ നിന്നും ഉദ്ധാരണത്തിന് ഉതകുന്ന വിധത്തിൽ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന ശുപാർശകൾ എന്തായിരിക്കുമെന്നും അറിയുവാനുള്ള ഒരു ചെറിയ സാധ്യത പോലും ക്രൈസ്തവർക്ക് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനാൽ ഈ റിപ്പോർട്ടിലെ 220 ശുപാർശകൾ നടപ്പിലാക്കാൻ പ്രക്രിയയിലാണ് എന്ന തള്ളലുമായി ക്രൈസ്തവരുടെ വോട്ടുകൾക്കായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോഴും ആ റിപ്പോർട്ട് എപ്പോൾ പുറത്തുവിടുമെന്നോ അതിലെ ശുപാർശകൾ എന്താണ് എന്നോ ആർക്കും ഒരു എത്തും പിടിയുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിൽ മുഖത്തു നോക്കി ക്രൈസ്തവരെ വഞ്ചിച്ച് സൈഡാക്കുന്ന നടപടികൾ എല്ലാവരെയും തുല്യമായി കാണേണ്ട ഒരു സർക്കാരിന് എങ്ങനെ കൈക്കൊള്ളാനാകും എന്നത് ഒരു വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയം ഷെക്കേന ചർച്ച ചെയ്തപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. JB കോശി കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നാല് ക്രൈസ്തവ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു യാതന എന്താണ് എന്നുള്ളത് പുറത്ത് വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ക്രിസ്ത്യാനികളെ എപ്പോഴും അച്ചായന്മാരെന്ന് പേര് വിളിച്ച് വലിയ സമ്പന്ന വർഗത്തിന്റെ പ്രതീകമാക്കി ചിത്രീകരിക്കാനാണ് എല്ലാ കാലത്തും നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ലോകവും രാഷ്ട്രീയ ലോകവും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് ആ ഒരു അവസ്ഥ മാറി. അതായത് പണ്ട് എന്റെ ഉപ്പാപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അതായത് ഒരു കാലത്ത് നമ്മുടെ പൈസ ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു, ആൾബലം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കാലം മുമ്പോട്ട് പോകും തോറും ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി നമ്മൾ പലയിടത്തും ബലിയാടുകളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഇന്ന് സാമൂഹികമായും സാമ്പത്തികമായും മറ്റു സംവരണ തലങ്ങളിലും ഒക്കെ ആയിട്ട് ഒരുപാട് പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നു. പേര് പറയുമ്പോൾ ക്രൈസ്തവർ വലിയ സംഭവങ്ങളാണെന്ന് പേര് പറയുകയും എന്ന യാഥാർത്ഥ്യത്തിൽ അതൊന്നും അല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മുമ്പിലുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടം എന്താണ് എന്ന് പുറം ലോകം അറിയുമെന്ന് തന്നെയാണ്. തന്നെയല്ല, റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പേരിന് വേണ്ടിയെങ്കിലും ചെയ്യാൻ സർക്കാർ നിർബന്ധിതരാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ചില പ്രത്യേക മേഖലകൾക്ക് ഇത് പൊള്ളും. അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെയും പിണക്കാതിരിക്കുക, എന്നാൽ നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നത് പോലെ ക്രൈസ്തവർക്ക് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഇത് പരിഹരിക്കാനായിട്ട് പോകുന്നു, അടുത്ത ദിവസം തന്നെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് ക്രൈസ്തവരെ ഇങ്ങനെ മുൻപോട്ട് നയിക്കുകയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ സംഘബലവും ശക്തിയും ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇവർക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു പരിധി കഴിഞ്ഞ് ഒന്നും ചെയ്യാനാവില്ല എന്നൊരു ചിന്ത കൂടി ഇവർക്കുള്ളത് കൊണ്ട്
ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാനുള്ള വലിയ തന്ത്രങ്ങൾ ഇവര് ഒരുക്കും. എങ്ങനെയെങ്കിലും 3-4 മാസം കൂടി ഇത് വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഹൈക്കോടതിയില് AKCC ഈ വിഷയത്തില് കേസ് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ജോസൂട്ടി ഒഴികയിലാണ് അതിന്റെ കംപ്ലൈന്റ് ആയിട്ടുള്ളത്. കൂടാതെ കോതമംഗലത്തുള്ള 2 NGOs ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ലൈഫ് റൈറ്റ് എംപവർമെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന NGOയും MSc എക്സലൻസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന NGOയും ഇതേ വിഷയത്തിൽ തന്നെ അവരുടേതായ വാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരും കക്ഷി ചേർന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാനാണ് ഹാജരാവുക. അങ്ങനെ ഈ പല തരത്തിലുള്ള ക്രൈസ്തവരുടെ നിർബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിന് കാര്യമായ രീതിയിൽ പരിഹാരം കണ്ടെത്താതെ കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കുക, സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുക, ക്രൈസ്തവരെ കൈയൊഴിഞ്ഞു കളയുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് നമ്മുടെ സാമൂഹിക ലോകം പോകുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകം അത്തരത്തിലുള്ള ഒരു കളികൾ കളിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലേക്കാണ് തീർച്ചയായിട്ടും ഈ JB കോശി കമ്മീഷനെ സംബന്ധിച്ചുള്ള മുറവിളികൾ നമ്മളെ എത്തിക്കുക. ക്രൈസ്തവരെ നിരന്തരമായി പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് ശിഥിലമാക്കാതെ നിലനിർത്തുക എന്നുള്ള ഒരു കണ്ണിങ് പൊളിറ്റിക്കൽ ട്രിക്കാണ് പിണറായി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് JB കോശി കമ്മീഷൻ നിർദ്ദേശിച്ച 200ഓളം ശുപാർശകൾ നടപ്പിലാക്കിയെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നത് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സർക്കാരിന്റെ അങ്ങേയറ്റം ഹീനമായ ഈ നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധവും മുന്നറിയിപ്പുമായിരുന്നു ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത് സംസാരിച്ച കത്തോലിക്ക കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് മനു ജെ വരാപ്പിള്ളി പറഞ്ഞത്. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഓരോ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു ഇലക്ഷൻ കാലം എന്ന് വിശേഷിപ്പിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഒന്ന്, അന്ന് ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ണില് പൊടിയിടുവാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒന്ന്. അതിനുശേഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഇതിൻ്റെ അകത്ത് കമ്മിറ്റികൾ വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്കിന് പുതിയ ഒരു പ്രഖ്യാപനമായിട്ട് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ ഇന്ന് ഒന്നുകൂടെ കടന്ന് ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫെബ്രുവരി 7-ാം തീയതി ക്രൈസ്തവ സംഘടനാ നേതാക്കന്മാരെ വിളിച്ച് ഞാൻ ചർച്ച ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നൊരു ചോദ്യമാണ് കത്തോലിക്ക കോൺഗ്രസിനെ ഉന്നയിക്കുവാനായിട്ടുള്ളത്. സെക്കൻഡ് അപ്പീല് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അടുത്ത് നിന്നപ്പോഴത്തേക്കിന് സർക്കാർ അവർക്ക് തന്ന ഒരു മറുപടി ഉണ്ട്. അതായത് വിവരാവകാശ കമ്മീഷന് മുമ്പിൽ സർക്കാർ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇതിലെ വിഷയങ്ങളെല്ലാം തന്നെ മന്ത്രിസഭയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിനുശേഷമാണ് കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുക. അപ്പോൾ ഒരു വിവരാവകാശ കമ്മീഷന്റെ മുമ്പിൽ ഇത് മന്ത്രിസഭാ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം മാത്രമാണെന്ന് സർക്കാർ പറയുകയും എന്നാൽ ഇന്ന് കടന്നു വന്നിട്ട് 220ഓളം കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കുവാനായിട്ടുള്ള സാമാന്യ ബുദ്ധി ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്ന് തിരിച്ചറിയുവാൻ മുഖ്യമന്ത്രിക്കാകണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുക? ആരെയാണ് ഈ പറ്റിക്കുന്നത്? ഈ അമ്പിളിമാമനെ കാണിച്ചു തന്നിട്ട് അമ്പിളിമാമനെ പിടിച്ചു തരാം, നീ അങ്ങ് ഉണ്ണ എന്ന് അമ്മമാർ പറയുന്ന പോലെ ഓരോ ഇലക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വൃഥാവിലായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയാൽ അതിൽ വീഴ്ന്നു പോകുന്നവരാണ് ക്രൈസ്തവ സമൂഹം എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, അത് ഈ സർക്കാർ മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടികളും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഊന്നിപ്പറയുവാനായിട്ടും കൂടെ കത്തോലിക്ക കോൺഗ്രസ് ഈ സമയത്തെ വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്ക് സർക്കാരിന് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ ഇതിൽ പറ്റിയൊരു ധവളപത്രം ഇറക്കുവാൻ നിങ്ങൾ തയ്യാറാകും. ധവളപത്രം ഇറക്കിയാൽ ഇതിൻ്റെ അകത്ത് എത്ര കാശ് മുടക്കിയെന്നും അല്ലെങ്കിൽ ഇതിന്റെ ഏതൊക്കെ നടപടികളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നതെന്നും പൊതുസമൂഹത്തിന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ ഒരു ധവളപത്രം ഇറക്കുക ഈ വിഷയത്തില്. ഞാൻ വീണ്ടും പറയുന്നു, ഈ പൊള്ളത്തരം കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ കളിയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും കൂടി കത്തോലിക്ക കോൺഗ്രസ് പറയുകയാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ മാന്ദ്യ അവസ്ഥകളെ കുറിച്ച് പഠിക്കാനും അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയും നിയോഗിച്ച സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടും ഒട്ടും വൈകാതെ കേരളത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഇതേ പാറ്റേണിൽ CPM നേതാവ് കൂടെ ആയിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് വേഗത്തിൽ തന്നെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഒരു പാലോളി കമ്മിറ്റിയെ കൂടി രംഗത്തിറക്കി കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കിയ ആവേശമൊന്നും ക്രൈസ്തവരുടെ കാര്യത്തിൽ ഒരു മുന്നണികളും കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അത് താരതമ്യം ചെയ്യാനും ക്രൈസ്തവ സമൂഹത്തോട് കാട്ടുന്ന ചിറ്റപ്പ നയങ്ങളെ തുറന്നു കാണിക്കുവാനും ക്രൈസ്തവ സമൂഹം ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത് സാമൂഹ്യ നിരീക്ഷകനായ അമൽ സിറിയക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത്
ഈ 2019 സംസ്ഥാനത്ത് ആദ്യമായിട്ട് ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി ഒരു സർക്കാർ കമ്മീഷൻ പഠിക്കുന്നത്. അതായത് ഒരു സമൂഹത്തിന് എന്തെങ്കിലും സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഒരു ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യമോ ലഭിക്കണമെങ്കിൽ അതിനുള്ള അർഹത സ്വാഭാവികമായിട്ടും ആ സമുദായത്തിന് അല്ലെങ്കിൽ ആ വിഭാഗത്തിന് ഉണ്ടാകണം. അപ്പം അങ്ങനെ ഉണ്ടാകാൻ തക്ക വിധത്തിലുള്ള എന്തൊക്കെയോ അർഹത നഷ്ടപ്പെട്ടു പോയി കിടക്കുന്ന ഒരു സമൂഹമായിട്ടാണ് കേരളത്തിലെ ക്രൈസ്തവരെ കാണാൻ സാധിക്കുക. കാരണം നമുക്ക് സംവരണമില്ല. OBC സംവരണം, മുസ്ലിം സമുദായത്തില് മുസ്ലിം ഓൾ സെക്ഷൻസ് ഫോളോയിങ് ഇസ്ലാം എന്ന ലേബലിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഏവർക്കും സംവരണം കിട്ടുന്ന പോലെയുള്ള സംവരണം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നില്ല. ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട സമൂഹമായിട്ട് ഈ സമൂഹം മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ സമയത്താണ് ഇതിലൊരു മാറ്റം വരണം. അങ്ങനെ ഒരു മാറ്റം വരണമെങ്കിൽ സർക്കാർ കൃത്യമായും ഈ സമുദായത്തെ പറ്റി പഠിക്കുകയും ഇവരുടെ പിന്നാക്കാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ സമൂഹത്തിന് കൃത്യമായ അർഹതമായ ആനുകൂല്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കാനായിട്ടുള്ള ഒരു കാരണമായി തീരാനായിട്ട് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തുയർത്തുക, അല്ലെങ്കിൽ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് എടുത്തുയർത്തുക, അതുവഴി അർഹവും അനർഹവുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ മുസ്ലിം സമൂഹം കൈപ്പറ്റുന്നതും പഠിച്ചത് കൊണ്ടാണ് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയെ പറ്റി സർക്കാർ പഠിക്കണം, അങ്ങനെ ഒരു രേഖ സർക്കാരിന് മുമ്പിൽ വരണം എന്ന ആവശ്യത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിരന്തരമായിട്ട് പരാതികൾ കമ്മീഷൻ മുമ്പാകെ കൊടുക്കുകയും അങ്ങനെ കമ്മീഷനെ സമീപിക്കുകയും അങ്ങനെ കമ്മീഷൻ അവസാനം ഒരു അനുകൂലമായിട്ടുള്ള ഒരു റെസ്പോൺസ് തരികയും അങ്ങനെ കേരളമൊട്ടാകെ 9 ജില്ലകളായിട്ട് ഒട്ടാകെ എല്ലാ ജില്ലകളിലെയും കൂടെ കൂട്ടിയായിട്ട് നമ്മുടെ 2019 ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ കേരള ക്രൈസ്തവരുടെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിൽ നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് നടത്തുകയുണ്ടായി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും എത്ര വേഗതയിലാണ് ഇത് നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ഈ സർക്കാരുകൾ കാണിച്ച ആ ഒരു തിടുക്കം എന്താണ്? മാത്രമല്ല ഈ കമ്മീഷന്റെ തന്നെ ഒരു ഒതന്റിസിറ്റി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിക്കണം. അതായത് സച്ചാർ കമ്മീഷൻ 2005 വരുന്നു, 2006 തന്നെ റിപ്പോർട്ട് വരുന്നു, റിപ്പോർട്ട് ഉടനെ തന്നെ നടപ്പിലാക്കാനായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നത് എന്ന് പറയുമ്പോഴും ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെക്കാളും മുന്നോക്കമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയുണ്ട്. മാത്രവുമല്ല ഈ പറയുന്ന നമ്മുടെ സംവരണം നേടുന്ന വിഭാഗത്തിൽ തന്നെ 5 കാറ്റഗറി ഉണ്ടെന്നും അതിൽ 3 എണ്ണവും ഒരു ഉന്നത കാറ്റഗറി ആണെന്നും സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതെല്ലാം നിലനിൽക്കെ ഒരു പ്രത്യേക പഠനം കേരളത്തിൽ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷൻ നിയോഗിക്കുകയും എന്നാൽ ഈ കമ്മീഷനിൽ നിയോഗിച്ച അംഗങ്ങൾ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മുടെ കോശി കമ്മീഷനിലുള്ള പോലെ ഒരു ജഡ്ജിയോ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ അല്ല ഈ പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷൻ പോലും അവിടെ നിയോഗിക്കപ്പെട്ടത്. അതിനുള്ള 11 അംഗ കമ്മീഷനിൽ ഒരാൾ ഈ KT ജലീലാണ്. നമ്മുടെ നേരത്തെ ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന KT ജലീലായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫസൽ ഗഫൂർ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, പാലോളി കമ്മീഷനിൽ അത്രമാത്രം പക്ഷപാതം കാണിക്കാനായിട്ട് സാധ്യതയുള്ള ആളുകളെ അവിടെ വെക്കുകയും എന്നിട്ട് നമ്മൾ ആ കമ്മീഷൻ റിപ്പോർട്ടും കൂടി ഒന്ന് വായിച്ചു നോക്കണം. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രകാരമാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ അനുവദിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ അനുവാദമൊക്കെ പിന്നീട് വന്നതായിട്ട് പലരും വാദിക്കുന്നത്. പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷന്റെ അകത്ത് ആകെ ഒരു സ്കോളർഷിപ്പിനെ പറ്റിയേ പറയുന്നുള്ളൂ. വേറെ ഒരു സ്കോളർഷിപ്പിനെ പറ്റി പോലും ഈ പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും ഇല്ല. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ വിധി വാചകത്തിൽ തന്നെ 4ഓളം ഭാഗങ്ങളിൽ കടുത്ത ഭരണഘടനാ ലംഘനമായിരുന്നു ഈ 80:20 അനുവാദം എന്ന് പ്രത്യേകമായി ആ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബൈ ആക്ട്, അൺസപ്പോർട്ടഡ് ബൈ എനി ലോ, അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം വാദത്തിൽ പറഞ്ഞിരിക്കുക. ഈ സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്താൻ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ അശ്രാന്തമായ പരിശ്രമങ്ങൾ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ക്രിസ്ത്യാനികൾ ഓർത്തിരിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഈ പ്രതിസന്ധിയുടെ ആഴം നമ്മുടെ ആളുകളെ തന്നെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ബന്ധപ്പെട്ട ഇടവകകളിലൂടെ അതിനുള്ള കാര്യപരിപാടികൾ അതിശക്തമായി മുന്നോട്ട് നീക്കേണ്ടിയിരിക്കുന്നു. അവിവാഹിതരായി തുടരുന്നവരെയും തലമുറകളില്ലാത്തവരെയും കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെയും അവിടെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ക്രൈസ്തവ സഭകളുടെ അതിരുകളും വരമ്പുകളും വ്യത്യാസങ്ങളും ഒക്കെ മാറ്റിവെക്കുക. ക്രിസ്ത്യൻ എക്യുമെനിസത്തിന്റെ ഭാഗമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സർക്കാരുകളിൽ നിന്നും നമ്മുടെ അവകാശങ്ങൾ മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഉദാസീനതകൾ മാറ്റിവെച്ച് ആ കാര്യങ്ങൾക്കായി ക്രൈസ്തവ സമൂഹം മുന്നിട്ടിറങ്ങിയേ തീരൂ. ഇല്ലെങ്കിൽ ഓർക്കുക, നമ്മൾ അന്യം നിന്നു പോകും. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.